സോ ഹായ് ഞാനാണെങ്കിൽ ഒരു മാസ്കിൻ്റെ കാര്യം നിങ്ങളെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. നമ്മുടെ ഗെയിമിലേക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് മാസ്ക് വരാനായിട്ട് പോകുന്നുണ്ടെന്ന്. ഇപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു 2 പിക്ക് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഏതൊക്കെ ഐറ്റംസാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്കൊരു ആർമി വെഹിക്കിൾ കൂടെ ആഡാകുന്നുണ്ട്. എന്തായാലും അതൊക്കെ അടിപൊളിയാണ്. എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈയിങ് കാർ എങ്ങനെയാണ് വരാനായിട്ട് പോകുന്നതെന്നും നമുക്ക് ലീക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതിനെപ്പറ്റി കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. മാക്സിമം എല്ലാ കൂട്ടുകാരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ അപ്ഡേറ്റിൻ്റെ എല്ലാം ലീക്സും കാര്യങ്ങളൊക്കെ കൂടുതലും ഇടുന്നത് നമ്മുടെ വാട്സപ്പ് ചാനലിലായിരിക്കും. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൂടെ ജോയിൻ ആയിരിക്കുക. അതുപോലെ തന്നെ കിടിലം പോലൊരു ബഗ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഈ ഒരു ബഗ് ആരും ട്രൈ ചെയ്ത് നോക്കാത്തതായിരിക്കും. എന്തായാലും ആ ഒരു ബഗ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗെയിമിലേക്കാണെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മാസ്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും കുറേ കൂട്ടുകാർ ചോദിച്ചാണ്, ബ്രോ ഏതൊക്കെ ആനിമലിൻ്റെ ആയിരിക്കും മാസ്ക് വരാനായിട്ട് പോകുന്നതെന്ന്. എന്തായാലും ഇപ്പോൾ എലിഫൻറ്റിൻ്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ വേറൊരു ആനിമലിൻ്റെ കൂടെ വരുന്നുണ്ട്. എന്തായാലും ആ ആനിമൽ ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ആ ബഗ് ഒന്ന് ചെയ്ത് നോക്കാം. ആ ബഗ് ചെയ്യാൻ വേണ്ടി ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ നേരെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. എന്തായാലും ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഹെലികോപ്റ്റർ വിളിക്കുക. 8000 ആണ് നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ കോഡ്. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ജെറ്റ് പാക്ക് വിളിക്കണം. ജെറ്റ് പാക്കൊക്കെ എല്ലാ കൂട്ടുകാരും മറന്നുപോയെന്ന് എനിക്കറിയത്തില്ല. പണ്ട് നമ്മൾ ജെറ്റ് പാക്ക് വന്ന ടൈമിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 320 നമ്മുടെ ജെറ്റ് പാക്കിൻ്റെ കോഡ്. എന്തായാലും അതും കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ചിട്ട് കറക്റ്റ് ലെവലാക്കി വെക്കണം. ലെവലാക്കി വെക്കുന്ന കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാനാണെങ്കിൽ നൈസായിട്ട് അത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് താഴോട്ട് ഇറങ്ങി വന്ന് നിന്നാലും അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇങ്ങനെ പയ്യെ നിങ്ങൾ ചെയ്താൽ മതി എന്നാൽ മാത്രമേ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അടിപൊളിയായിട്ടുള്ളൊരു ബഗ്ഗാണ്. എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്കിംഗ് ആണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയായിട്ടും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ്, ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും നിങ്ങൾക്കൊന്നും പോകാനില്ല. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കറക്റ്റ് ഈ ഒരു ലെവലിൽ അറേഞ്ച് ചെയ്തിടുക. എന്തായാലും ഞാനാണെങ്കിൽ കറക്റ്റ് ഈ ഒരു ലെവലിൽ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി രണ്ടിലും കൂടെ നിങ്ങൾ ഒരുമിച്ച് കയറണം. രണ്ടിലും കൂടെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരുമിച്ച് കയറുക. ഒരുമിച്ച് കയറിയിട്ട് നേരെ നിങ്ങൾ ഇത് പറത്തുക. ഞാനാണെങ്കിൽ ഫ്ലൈയിങ് ജെറ്റ് പാക്ക് ഇങ്ങനെ പറത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ കൊണ്ടുപോയി ഇരുത്താനായിട്ട് പോവുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ട്രിക്ക് സ്റ്റാർട്ട് ആകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരെ താഴെ ഇറക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും ബ്രോ ഇപ്പോൾ ആ ഹെലികോപ്റ്ററും താഴെ ഇറങ്ങത്തില്ല എന്ന്. ഒരിക്കലും ഇല്ല. ഹെലികോപ്റ്റർ ഇപ്പോൾ ചെറുതായിട്ട് താഴെ ഇറങ്ങുന്നുണ്ടെങ്കിലും നമുക്കതിനെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് പറ്റുന്നതായിരിക്കും. ഞാൻ നൈറ്റാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, അത് കാരണം നല്ല ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ ഒരു വിഷയമുണ്ട്. എന്തായാലും ഞാനാണെങ്കിൽ നേരെ നമ്മൾ റൺ ചെയ്യുന്ന ആ ഒരു ബട്ടണിൽ ഞെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെലികോപ്റ്റർ പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഇനി നിങ്ങൾ RGS ടൂൾ എടുക്കുക. RGS ടൂൾ എടുത്തിട്ട് നമ്മുടെ ഡ്രോൺ ഓപ്ഷൻ ഓൺ ആക്കുക. ഡ്രോൺ ഓപ്ഷൻ ഓണാക്കിയിട്ട് നേരെ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ അങ്ങോട്ട് ചെല്ലുക. ഇനിയാണ് മെയിനായിട്ടുള്ളൊരു ബഗ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. എന്തായാലും ഞാൻ നേരെ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം ഇപ്പോൾ അടുത്തും കാര്യങ്ങളൊക്കെ ചെല്ലാറായിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും ആ ഒരു ഹെലികോപ്റ്റർ ഇപ്പോൾ അങ്ങോട്ട് ഫ്ലൈ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഹെലികോപ്റ്ററിൻ്റെ അവിടെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഹെലികോപ്റ്റർ കടന്നപ്പുറത്ത് പോകണം. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഹെലികോപ്റ്റർ ഇവിടെ ഒന്നും കാണുന്നില്ല. ഹെലികോപ്റ്ററേ കാണുന്നില്ല നമ്മളിവിടെ. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഹെലികോപ്റ്റർ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇൻവിസിബിൾ ആയി പോകുന്നതായിരിക്കും. എന്തായാലും എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ട് ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കിലൊക്കെ ചെന്ന് പറയുക ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടെന്ന്. അറിയാത്ത കുറേയധികം പേര് കാണുമെന്ന് എനിക്കറിയാം. പിന്നെ ചെയ്ത് നോക്കിയിട്ട് വർക്കിംഗ് ആണ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്തായാലും എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഫ്ലൈയിങ് കാർ ആഡാകാനായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ പറഞ്ഞൊരു കാര്യമാണ്. അതിനെപ്പറ്റി കൺഫേം ആയിട്ടുള്ളൊരു ലീക്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 80% ചാൻസ് ഉണ്ട് നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു ഫ്ലൈയിങ് കാർ ആഡാകാനായിട്ട്. ഫ്ലൈയിങ് കാറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുടിയൊക്കെ മാറ്റത്തില്ല
ആ ഒരു അവിടെ ആയിട്ടായിരിക്കും നമ്മുടെ ഫ്ലൈയിങ് കാറിൻ്റെ ഒരു ഓപ്ഷൻ വരാനായിട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ ഗെയിമിലുള്ള എത്രയോ കാറിൽ 4-5 കാറിലെങ്ങാണ്ട് ഫ്ലൈയിങ് കാറിലേക്ക് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ മോഡിഫൈയിങ് ഫീച്ചറൊക്കെ എടുക്കത്തില്ലേ, മോഡിഫൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ കാറിൻ്റെ അടുക്കി ചെന്നിട്ട് മോഡിഫൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കളർ മാറ്റാനൊക്കെ പറ്റുന്നൊരു ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു മോഡലായിരിക്കും നമ്മൾ അതിൻ്റെ അടുക്കി ചെല്ലുമ്പം എന്തെങ്കിലും ഫോണിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷനിൽ നമ്മുടെ കാർ സ്വിച്ച് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു ഫ്ലൈയിങ് കാറിലേക്ക് അത് കൺവേർട്ട് ആകുന്നത്. എന്തായാലും എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് ഇപ്പോൾ കുറേയധികം റൂമേഴ്സ് നമുക്ക് ഇതിനെപ്പറ്റി വരുന്നുണ്ട്. ആദ്യമൊക്കെ കുറച്ചൊക്കെ നമ്മൾ കേട്ടുള്ളായിരുന്നു, പക്ഷേ കുറേ യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു ഫ്ലൈയിങ് കാറ് ആടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഫ്ലൈയിങ് കാറെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു 3-4 കാറിൽ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ഗെയ്സ്. എന്തായാലും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മാസ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും കുറേ കൂട്ടുകാർ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തൊരു കാര്യമാണ്, ബ്രോ ഏതൊക്കെ മാസ്കാണ് വരാനായിട്ട് പോകുന്നതെന്ന്. ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഒന്ന് നമ്മുടെ എലിഫൻറ്റിൻ്റെയാണ്, ഒന്ന് നമ്മുടെ ഡൈനോസറിൻ്റെ കുഞ്ഞിൻ്റെ മാസ്ക് ഇല്ലേ ഗൈസ്, ആ ഒരു ഐറ്റം ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും ആ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഫസ്റ്റായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും അതിനൊരു കൺഫേം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ വീഡിയോസൊക്കെ കുറേയധികം ഇറങ്ങുന്നുണ്ട്. അത് കൺഫേം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കൗവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എലിഫൻറ്റിൻ്റെയും പിന്നെ ഇത്രയും മാസ്കിനെ കുറിച്ചാണ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലീക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഗെയിമിലേക്ക് ഇത് വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ നമ്മുടെ ഈ ഒരു മാസ്ക് നമ്മുടെ ഗെയിമിലേക്ക് ആഡാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ പേര് ഇതിൻ്റെ മോഡറേറ്ററായ IGS ഗെയിമർ ഉൾപ്പെടെ ഇതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെയും വീഡിയോസൊക്കെ നമ്മൾ നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ടാണ് നിങ്ങളിലേക്ക് പറയുന്നത്. അത് കാരണം ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. നമ്മുടെ ഗെയിമിലേക്ക് ഒരു വണ്ടി ആടാനായിട്ട് പോവുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ബ്രോ അത് ഏതാണ്, ഒരു മോഡിഫൈഡ് കാറാണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ആ കാറ് ഞാൻ സ്ക്രീനിൽ വെക്കാം. എന്തായാലും ഈ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്തായാലും ഇതിൻ്റെ ഈ ഇടക്കാണ് ലീക്കായിട്ട് ഇറങ്ങിയത്. പക്ഷേ ഇതിൽ അധികം ആരും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു ഐറ്റം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു കാറൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ പിന്നെ കശക്ക് ഗെയ്സ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാറാണ്. അത്യാവശ്യം ഡിസൈൻ വർക്കും അതുപോലെ തന്നെ അത്യാവശ്യം മോഡിഫൈ ചെയ്ത ഒരു ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തൊരു വണ്ടിയാണ്. കാരണം ടെക്സ്റ്റാണ് കൂടുതലും ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ പേരറിയാവുന്ന കൂട്ടുകാരാണ് മസ്റ്റായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര കൂട്ടുകാർക്ക് ഈ ഒരു വണ്ടിയുടെ പേരറിയാവുന്ന ഞാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, കുറേ കൂട്ടുകാർ ഇതിനെപ്പറ്റിയൊന്നും വീഡിയോ ചെയ്തിട്ടില്ല ഇതുവരെ ആരും. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ഇത് ആഡായേക്കാം. അതുപോലെ തന്നെ വേറൊരു ഐറ്റം കൂടെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ആദ്യമേ നിങ്ങളുടെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ആർമി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. ഇത് വെച്ച് തന്നെ നമുക്ക് 3 ഫയർ വെക്കാനായിട്ട് പറ്റും. അറ്റ് എ ടൈമിൽ 3 ഫയർ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു ഒരു 3 ഫയർ വെക്കാനായിട്ട് പറ്റുന്ന ഒരു ആർമി വെഹിക്കിൾ വരുന്നുണ്ടെന്ന്. പക്ഷേ അത് 3 ഫയർ അല്ല വെക്കാൻ പറ്റുന്നത്. അത് ഏകദേശം ഒരു 50 ബുള്ളറ്റോളം ഒറ്റയടിക്ക് പോകും. അങ്ങനെ ഒരു ഐറ്റമാണ് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തെറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു വീഡിയോയിലകത്ത് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ആ ഒരു ആർമി വെഹിക്കിൾ വെച്ച് നിങ്ങൾക്ക് 3 ഫയർ അറ്റ് എ ടൈമിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേയധികം വെഹിക്കിൾസൊക്കെ ബ്ലാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അടിപൊളിയായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ കാർ ഷോറൂം കുറച്ചുകൂടെ മോഡിഫൈ ആക്കുമെന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും അത് സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ സിറ്റി കുറച്ചുകൂടെ വലുതാക്കുവാണെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസൊക്കെ കിടപ്പുണ്ട്. അത് കാരണമാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമ്മുടെ സിറ്റി വലുതാക്കുവാണെങ്കിൽ നമുക്ക് കളിക്കാനും അതുപോലെ തന്നെ മൾട്ടിപ്ലെയർ ആക്കുവാണെങ്കിലും കൊള്ളായിരുന്നു. GTA 5 മോഡ് വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കുറേ കൂട്ടുകാരുണ്ട്. ഇപ്പോഴും എനിക്കറിയാം GTA 5 മോഡ് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അതിനുവേണ്ടി നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കണം.
നിങ്ങൾ രോഹിത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ പോവുക. എന്നിട്ട് ഇഷ്ടമുള്ള കമൻറ്റ് താഴെ ചെയ്യുക. ഇഷ്ടമുള്ള കമൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ GTA 5 റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. GTA 5 വരണമെന്ന് വല്ലതും നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇംഗ്ലീഷിലേ ചോദിക്കാവുള്ളൂ. പുള്ളി ഹിന്ദിക്കാരനാണ്. അതുപോലെ തന്നെ മലയാളത്തിലൊക്കെ പോയി ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല. പുള്ളിക്ക് അത് കാണാൻ പോലും പറ്റത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ഇമെയിൽ വഴി നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. എന്നിട്ട് ആ ഒരു കമൻറ്റിന് നിങ്ങൾ മാക്സിമം ലൈക്ക് കൂട്ടാനായിട്ട് ശ്രമിക്കുക. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഉറപ്പായിട്ടും ഇത് കാണും. മിക്കതും ആ ഒരു പോസ്റ്റിൽ നിന്നൊക്കെയാണ് പുള്ളിക്കാരനെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.